നടി ശ്വേതാ മേനോൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലാണ് ശ്വേതാ മേനോൻ സംസാരിക്കുന്നത്. ഇരുവരും സഹതാരങ്ങളെ വളരെ കംഫർട്ടബിൾ ആക്കുന്ന മുതിർന്ന താരങ്ങളാണെന്ന ഭാവം ഒരിക്കലും കാണിക്കില്ല എന്നാണ് ശ്വേത പറയുന്നത്. എന്നാൽ മമ്മൂട്ടിയെക്കുറിച്ചുള്ള അനുഭവം ശ്വേത ഇങ്ങനെയാണ് കുറിക്കുന്നത്. മമ്മൂട്ടിയുടെ വ്യക്തിത്വം സിനിമാ പ്രവർത്തകർക്ക് നന്നായി അറിയാമെന്നാണ് ശ്വേത പറയുന്നത്. അദ്ദേഹം സഹതാരങ്ങളെ വളരെ എളുപ്പത്തിൽ കംഫർട്ടബിൾ ആക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഒരു സീനിയറാണ്. നിങ്ങൾ തെറ്റു ചെയ്തു എന്ന മട്ടിൽ ഒരിക്കലും പെരുമാറുകയുമില്ല. പാലേരി മാണിക്യം എന്ന സിനിമയിലെ ഒരു രംഗം ശ്വേത ഓർത്തെടുക്കുകയാണ് ഈ സമയത്ത്. മമ്മൂട്ടിയുടെ കഥാപാത്രം തന്റെ കഥാപാത്രമായ ചീരുവിനെ ആദ്യമായി കാണുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ മമ്മൂട്ടി കാൽ പൊന്തിച്ച് തന്റെ ബ്ലൗസിന്റെ ഹുക്ക് പൊട്ടിക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരുന്നു. ഈ രംഗം മമ്മൂട്ടി ചെയ്യുമോ എന്ന് സംവിധായകനടക്കം എല്ലാവരും ആശങ്കയോടെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി വരുന്നതിന് മുൻപ് ആ സീനിന്റെ ക്ലോസപ്പും അതുപോലെ തന്നെ എക്സ്പ്രഷൻ സീനുകളും എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി വന്നപ്പോൾ താൻ വെറുതെ നിന്നാൽ മതിയെന്നും കാൽ പൊന്തിക്കുന്ന ഷോട്ട് കിട്ടിയാൽ സീൻ തീരുമെന്നായിരുന്നു ധാരണയുണ്ടായിരുന്നത്. എന്നാൽ മമ്മൂട്ടി വന്ന് സീനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ശ്വേത ഒറ്റ വലിക്ക് ഉണ്ടാവും കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എല്ലാവർക്കും. ഇതോടെ എക്സ്പ്രഷനുകൾ കൊടുത്ത് സീനുകൾ മാറ്റിവെച്ച് മുഴുവൻ സീനും മമ്മൂട്ടി തന്നെ അഭിനയിക്കുകയാണ് ഉണ്ടായത്. അനശ്വരത്തിലെ മമ്മൂട്ടിയല്ല പാലേരി മാണിക്യത്തിലെ മമ്മൂട്ടി എന്നും ആർട്ടിസ്റ്റ് എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും അദ്ദേഹം ഒരുപാട് വളർന്നിട്ടുണ്ടെന്നും ശ്വേത പറയുകയുണ്ടായി. അദ്ദേഹം വളരെ അധികം ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയോടൊപ്പം തന്നെ അദ്ദേഹം നന്നായി ഇഴചേരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഭരതന്റെ കൂടെയും അടൂർ ബാലകൃഷ്ണന്റെ കൂടെയും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളല്ല അദ്ദേഹം. ഈ സമയത്ത് എന്താണോ ആവശ്യം അത് അദ്ദേഹം ആസ്വദിച്ച് ചെയ്യുന്ന ആളാണെന്നും ശ്വേത കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം തന്നെ മോഹൻലാലിനെ കുറിച്ചുമുള്ള അനുഭവവും ശ്വേത പങ്കുവെക്കുകയുണ്ടായി. മോഹൻലാൽ സഹപ്രവർത്തകർക്ക് വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്ന ആളാണെന്നും ശ്വേത പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഭക്ഷണപ്രിയൻ കൂടിയാണ്. ഭക്ഷണം ഉണ്ടാക്കിയും ഓർഡർ ചെയ്തുമെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതേസമയം തന്നെ മറ്റുള്ളവരെ കഴിപ്പിക്കാനും ലാലേട്ടന് വളരെ ഇഷ്ടവുമാണ്. അതേസമയം മമ്മൂട്ടി ഭക്ഷണം കഴിക്കുമെങ്കിലും ആഴ്ചയിൽ ഒരിക്കലായിരിക്കും അത് ഓർഡർ ചെയ്യുക. എന്നാൽ ലാലേട്ടൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഒരു തവണ ലണ്ടനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടനും ഗീതുവും മനോജ് കെ ജയനും ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ശ്വേത മോഹൻലാലിന്റെ ഭാര്യയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അന്ന് സീൻ ഇല്ലാതിരുന്നിട്ടും എന്തെങ്കിലും വന്നാലോ എന്ന് കരുതി ശ്വേത സെറ്റിൽ നിൽക്കുകയായിരുന്നു. ഗീതുവും മനോജും ഷോപ്പിങ്ങിന് പോകാൻ അനുവാദം ചോദിച്ച് പോയപ്പോൾ ശ്വേതയ്ക്ക് സങ്കടം തോന്നി. തനിക്ക് സീനുമില്ല, പക്ഷെ അവർ പോവുകയും ചെയ്തു. ഈ കാര്യം ശ്വേത ലാലേട്ടനോട് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഡയറക്ടറോട് പോയി ചോദിച്ചു, ശ്വേതയ്ക്ക് ഇന്ന് സീനൊന്നുമില്ലല്ലോ, അവർക്ക് പോകാമല്ലോ. ഇത്തരത്തിൽ മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്നും അത് പ്രധാനമാണെന്നും വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ശ്വേത പറയുകയുണ്ടായി. ടേക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണെന്ന് അവർ ഓർത്തെടുക്കും. അതിനുശേഷം നമ്മുടെ ജീവിതം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതേ സമയമാണ് ഒരു ഛായാഗ്രഹന്റെ യാത്ര കൂടി ഇവിടെ വിവരിക്കപ്പെടുന്നത്. മലയാളത്തിലെ മികച്ച ഛായാഗ്രഹകരിൽ ഒരാളായി വിലയിരുത്തുന്ന ആളാണ് അളഗപ്പൻ. തന്റെ കരിയറിൽ ഭൂരിഭാഗവും അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചത് മലയാള ചിത്രങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രിയദർശൻ, അൻവർ റഷീദ്, ജയരാജ്, സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പവും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഒരുപിടി നല്ല ചിത്രങ്ങളുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പട്ടം പോലെ എന്ന പേരിൽ ദുൽഖർ സൽമാനെയും മാളവിക മോഹനനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു സിനിമയും അളഗപ്പൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. സഫാരി ടിവിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള അനുഭവമാണ് അവിടെ പങ്കുവെക്കുന്നത്. അളഗപ്പന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മലയാള സിനിമയിൽ താൻ വളരെ ഭാഗ്യം ചെയ്ത ഒരു ഛായാഗ്രഹകനാണ് എന്നാണ് അളഗപ്പൻ പറയുന്നത്. കാരണം 5 തലമുറയോളം വരുന്ന സിനിമാ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള അവസരവും ലഭിച്ചു. തനിക്ക് ഇപ്പോൾ 66 വയസ്സാണെന്നും ഇപ്പോൾ ചെറുപ്പക്കാർക്കൊപ്പമാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ഇത്രയധികം സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചപ്പോഴാണ് തനിക്ക് അത്തരം മോഹങ്ങൾ വന്നത്. അങ്ങനെയാണ് താൻ പരസ്യം ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും തുടങ്ങിയത്. പിന്നീട് ഒരു സീരിയൽ സംവിധാനം ചെയ്യാൻ അവസരം ലഭിക്കും
ലഭിക്കുകയും ഉണ്ടായി. കൈരളി ടിവിക്ക് വേണ്ടി അന്ന കരീന എന്ന സീരിയലായിരുന്നു അത്. 13 എപ്പിസോഡുകളാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും എന്നാൽ നല്ല റീച്ച് ലഭിക്കുന്നതിനാൽ അത് 26 എപ്പിസോഡുകളായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സീരിയലിന് 8ഓളം സംസ്ഥാന അവാർഡുകളും ലഭിച്ചിരുന്നു. ഒരു ഛായാഗ്രഹനായി ഇരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് അളഗപ്പൻ പറയുകയുണ്ടായി. എന്നാൽ പ്രിയൻ ചേട്ടന്റെ അറബിയും ഒട്ടകവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് താനാണ് അടുത്ത പടം സംവിധാനം ചെയ്യുന്നത് എന്ന് ഒരു പ്രഖ്യാപനമുണ്ടായത്. കഥ പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ഞെട്ടലോടുകൂടിയാണ് അത് ഓർത്തത്. ആണും പെണ്ണും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പഴയ തലമുറയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറിച്ചായിരുന്നു ആ കഥ തയ്യാറാക്കിയിരുന്നത്. 3 കഥാപാത്രങ്ങളെ വെച്ചായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പൃഥ്വിരാജ്, കുഞ്ചോക്കോ ബോബൻ, അനൂപ് മേനോൻ പിന്നെ ജയസൂര്യ എന്നിവരെയായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു പെൺകുട്ടിയെ മാത്രമായിരുന്നു നായികയായി നിർവചിച്ചത്. ഒരു വാക്ക് പോലും എഴുതാൻ തനിക്ക് അറിയില്ലായിരുന്നു. സച്ചിൻ സേതുവിനെ വെച്ച് സിനിമ ചെയ്യണമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്തോ പിണക്കത്തിന്റെ കാരണത്താൽ അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഗിരീഷ് കുമാർ എഴുതിയെങ്കിലും പാതി വഴിയിൽ നിലച്ചു പോവുകയാണ് ഉണ്ടായത്.